നമസ്തേ. ഞാൻ ഫാദർ പോൾ ചാഴൂരിൻ്റെ കൂടെ ശുചിത്വം സ്വീകരിച്ച് വന്നപ്പോൾ എനിക്ക് ബോയ്ഹുഡ് മുതൽ, അതായത് ഒരു 6-7 സ്റ്റാൻഡേർഡ് മുതൽ വിദേശത്ത് ഇംഗ്ലണ്ടിൽ ഒരു ചിൽഡ്രൻസ് ക്ലബ്ബുണ്ട്. ആ ചിൽഡ്രൻസ് ക്ലബ്ബിൽ ലോകത്തെമ്പാടുമുള്ള കുട്ടികളുടെയും ഒരു ക്ലബ്ബാണത്. അതിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കുറേയധികം ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഫ്രണ്ട്സ് എന്ന് ഞങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഞങ്ങളുടെ ബർത്ത്ഡേക്കും അല്ലെങ്കിൽ അതുപോലെ ഇമ്പോർട്ടൻസ് ഡേയ്സിലൊക്കെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൈമാറും. അവരെനിക്ക് ഈ വിൻസെൻ്റ് ബ്രഷുകളും പെയിൻറ്റൊക്കെ എനിക്ക് അയച്ചു തരും. മാസ്റ്റേഴ്സിൻ്റെ ബുക്സ് അയച്ചു തരും, ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ. ഞാനിവിടെ നിന്ന് നമ്മുടെ ഐവറിയിലുള്ള ഈ നെക്ലസ് പോലെ 20 റുപ്പീസ് അങ്ങോട്ട് അതിന് വില ഇന്നത്തെ അയച്ചു കൊടുക്കും. ഒരു മഞ്ചാടിക്കുരുവിനുള്ളിൽ 101 ഇതൊക്കെ അവർക്ക് വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ നല്ലൊരു സൗഹൃദം എനിക്ക് എൻ്റെ ഒരു 15-16 വയസ്സ് വരെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു സൗഹൃദം ഞാനിപ്പോൾ എടുത്തു പറയാൻ കാരണം അത് എന്നെ ഈ വെസ്റ്റേൺ മാസ്റ്റേഴ്സിനെ പരിചയപ്പെടുന്നതിനും അവരുടെ രചനകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവരുടെ ശൈലിയും അത് ആവശ്യപ്പെടാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എനിക്ക് അന്നേ തന്നെ നിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഡിപ്ലോമയ്ക്ക് ശേഷം എനിക്ക് കൂടുതൽ ഒരു ചിത്രകാരനാണ്, ഒരു പ്രൊഫഷണലായി തീർന്നു എന്നൊരു ബോധ്യം വരാത്തതുകൊണ്ട് ഞാൻ ഫാദർ പോൾ ചാഴൂർ, അതുപോലെ തന്നെ MP ദേവസ് മാസ്റ്റർ, അങ്ങനെ മറ്റു പലരുടെയും കൂടെ ഒരു പ്രാക്ടീസ് വേണ്ടി ഞാൻ പോകുമായിരുന്നു. അങ്ങനെ പോയിട്ട് ഉണ്ടായ അനുഭവവും എൻ്റെ പാരമ്പര്യമായ എൻ്റെ വീട്ടിൽ നിന്നുള്ള അറിവും പിന്നെ എനിക്ക് സ്വയാചിതമായ എൻ്റെ പരിചയവും എല്ലാം കൂടെ ചേർന്നാണ് എൻ്റെ ഇന്നത്തെ രചനാരീതി. അന്ന് എന്നെ വല്ലാതെ ആകർഷിക്കുന്നത്, ഇന്ന് എന്ത് പടം കണ്ടു കഴിഞ്ഞാലും അത് റിയലിസമാണ്, അത് കോപ്പിയാണ് എന്നും പറഞ്ഞ് നടക്കുന്ന നമ്മുടെ അത്യന്താധുനിക സംവിധാനങ്ങളോടെ ജൽപ്പനങ്ങൾക്ക് മുൻപിൽ ഞാനിപ്പോൾ പറയുന്നത് ഐക്കോണോഗ്രഫി മുതൽ സുമാറ്റോ, മാനറിസം, ക്ലാസിസം, ബറോക്ക്, റോക്കോക്കോ, ചിയാർസ്പറോ, ഇങ്ങനെ തുടങ്ങി സർറിയലിസം വരെയുള്ള ഒത്തിരി രചനകളുണ്ട്. ഇവർക്കിതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് ക്യാമറയുണ്ട് എടുത്താൽ മതി എന്ന് പറയും. ഒരു വിവരവും ഒന്നിനെ പറ്റിയില്ല. ഇപ്പോൾ വേറെ ഒരു വലിയൊരു കലാലയ ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അവിടെ വളരെ വലിയ പ്രഗത്ഭനും പണ്ഡിതനുമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ പാശ്ചാത്യൻ്റെ തോന്നിയ കല, അതാണ് നമുക്ക് ഇന്നത്തെ കല. ഈ രീതിയിലുള്ള ഒരു ആവിഷ്കാര രചനാ രീതി സംവിധാനത്തിൽ നമ്മളുടെ മെച്ചപ്പെട്ട ഭാരതീയ പാരമ്പര്യവും കലാ സൗകുമാര്യതെല്ലാം നമ്മൾ കുത്തഴിഞ്ഞു പോയിരിക്കുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേണ്ടുമുള്ളൊരു രീതിയില്ല. പക്ഷേ ഞാൻ ഡിപ്ലോമ എടുത്തതിന് ശേഷം ഈ വക മഹാന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചിത്രകാരന്മാരോട്ട് നോക്കാൻ അവർ വളരെ ഗുരുക്കന്മാരാണ്. ഇവരൊക്കെ ഒരു ആത്മാർത്ഥതയോടെ തന്നെ എനിക്ക് എന്നിലേക്ക് അറിവ് വേണം, എനിക്ക് അറിവ് കിട്ടണം എന്ന രണ്ട് ബോധ്യം ഗുരുക്കന്മാർക്കും എനിക്കും ഉണ്ടായിരുന്നു. അത് ഉണ്ടാവുകയും ചെയ്തു, അനുഗ്രഹം ചെയ്തു. ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടെങ്കിൽ ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു.